അഫ്സലിന്റെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സൗന്ദര്യവൽക്കരണം ഉണ്ടാവുക അല്ലേ? ഒരു നാടിന്റെ സൗന്ദര്യം ഉണ്ടാവുക, അതിൽ മാലിന്യം ഉണ്ടാവാതിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരുപാട് ഫ്ലാറ്റ് ഉണ്ട്, വീടുകളുണ്ട്, ഇവിടെയൊക്കെ നാപ്കിൻ പാഡ്, സാനിറ്ററി നാപ്കിൻസ് ഉണ്ട്, ഒരുപാട് കിടപ്പ് രോഗികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ നാപ്കിന് എന്താ ചെയ്യുക? ഇത് ഇവിടെ സ്വീകരിക്കുന്നില്ല. ബാക്കി വേണ്ടത്താണെങ്കിലും കൊച്ചിയിലൊക്കെ ഇത് എടുക്കണുണ്ട്, പക്ഷെ ഇവിടെ അത് സ്വീകരിക്കണില്ല. പിന്നെ ഇത് കെട്ടിക്കിടന്ന് ഓരോ വീട്ടിലും കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മനോഹരമായ ബാഗുകളിലാക്കിയിട്ട് ഓരോ വീടിൻ്റെ സൈഡിലും അല്ലെങ്കിൽ ആളില്ലാത്ത സ്ഥലത്തും കൊണ്ടുപോയി ഡംപ് ചെയ്ത് അത് ഈ പട്ടികൾ കടിച്ചു വലിച്ച് അവിടെ മൊത്തം മലിനമാക്കി കിടക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ട്, നമ്മുടെ MLA ഉണ്ട്, ഇവരൊക്കെ ഇത്രയും കാലം ഭരിച്ചിട്ടും നമ്മുടെ തലശ്ശേരിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളൊരു മാലിന്യ നിർമ്മാർജ്ജനം, എസ്പെഷ്യലി ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ഈ പാഡുകൾ, കിടപ്പു രോഗികൾ, ഒരുപാട് കിടപ്പു രോഗികളുണ്ട്, ഇവർക്കൊക്കെ പാഡ് വെക്കുകയാണ്. പക്ഷേ ഇതിന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് പാഡ് വെച്ച് കൊടുക്കുന്നത്, നിങ്ങൾക്ക് തുണി യൂസ് ചെയ്തൂടെ? അപ്പോൾ അമേരിക്കയുടെ അതേ ലെവലുള്ള തലശ്ശേരിയാണ്. അപ്പോൾ തലശ്ശേരിയിൽ ഈ നാറ്റം സഹിച്ചാണോ ഞങ്ങൾ ജീവിക്കേണ്ടത്? പിന്നെ ഈ മാലിന്യങ്ങളൊക്കെ കെട്ടിക്കിടന്ന് ഡംപ് ചെയ്തിട്ടാണ് ഈ ഡ്രൈനേജിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ തലശ്ശേരി മൊത്തം വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ടായിട്ട് സാധാരണ മനുഷ്യർക്ക് അതിൽ കാല് വെക്കാൻ പോലും അറുപ്പാകുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്താണ് നിങ്ങളൊരു പരിഹാരം കണ്ടുവച്ചിട്ടുള്ളത്? ഉത്തരം നൽകണം.